നമ്മളെപ്പറ്റി അറിയാൻ നമ്മൾക്ക് നമ്മളിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. നമ്മളെപ്പറ്റി അറിയാൻ നമ്മളിലൂടെയാണ്. നമ്മളെന്ന് പറയുന്നത് എന്താണ്? നമ്മളെന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്. നമ്മളെന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ്. എപ്പോൾ ഈ പ്രവർത്തനത്തിന് ക്ഷീണം പറ്റുന്നു അപ്പം തീർന്നു. നമ്മുടെ ജീവിതം നമ്മളെന്ന്, ഞാനെന്ന് എന്താണോ പറയുന്നത് അതിന് കാരണമായിട്ടുള്ള വ്യവസ്ഥ പ്രവൃത്തിയുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇല്ല, തീർന്നു. ജീവിതം അവിടെ വെച്ച് നിലച്ചു. മനസ്സിലായി? പ്രവൃത്തിയാണ്, മാറ്റമാണ്. ഇത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ രൂപം കൊള്ളുന്നത്. അല്ലെങ്കിൽ ഒന്നും രൂപം കൊള്ളത്തില്ല. മാറ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടെങ്കിൽ നമ്മൾ നശിച്ചു പോകും. മാറ്റത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയിൽ തുടരുന്നുണ്ടോ അതിനനുസരിച്ച് ഏത് മാറ്റത്തിനും സ്ഥാനം കൊടുക്കുന്നു, അതിനനുസരിച്ച്. ഇപ്പം ബഷീറും എബ്രഹാമും കൂടി എന്നെ തല്ലാൻ പോകുന്നു എന്ന് ഞാൻ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ രൂപം കൊള്ളും. ഇതാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നതെങ്കിൽ എന്താണ് ബഷീറും എബ്രഹാമും കൂടി എന്നെ തല്ലാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ട് അവർ തല്ലാൻ വരുന്നു? ഞാൻ എന്ത് പ്രവൃത്തി ചെയ്തു? എന്ത് മാറ്റം വരുത്തി? ശ്രദ്ധിക്കണേ, വെറുതെ ഇങ്ങോട്ട് തല്ലാൻ ആരും വരത്തില്ല. ഏത് പ്രവൃത്തി ചെയ്തു അതിനനുസരിച്ചാണ് ഓരോരുത്തരും നമ്മളോട് പ്രതികരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമ്മൾ സംസാരിക്കുമ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ ചിന്തയിലുള്ള ചില വ്യവസ്ഥകളിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടാണ് ചില ആൾക്കാർ അസ്വസ്ഥരാകുന്നത്. അതിൽ വേറെ ഒന്നുമില്ല. ഇത് എല്ലാം മാറ്റത്തെ ബേസ് ചെയ്താണ്. നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോൾ, ശരീരത്തിലുള്ള മാറ്റത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ആർക്കും പരസ്പരം യാതൊരു വാശി, വൈരാഗ്യ, വിദ്വേഷവും ഉണ്ടാകത്തില്ല. ഇത് സ്വപ്നത്തിൽ മാറ്റം വരുന്നു. സ്വപ്നത്തിലെ മാറ്റത്തിൻ്റെ പേരിലാണ് തമ്മിൽ അടിയും വഴക്കും എല്ലാം ഉണ്ടാക്കുന്നത്. അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വപ്നത്തിലുള്ള കോട്ടകൾ തകരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞ് ശീലിച്ചു പോയി, അത് തന്നെ പറയണമെന്ന് ബലം പിടിക്കുന്നു. അതൊന്നുമില്ല. എന്താണ്, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയാൻ ചിലവർക്ക് പറ്റുന്നില്ല. ഞാൻ ഇന്നതാണെന്ന് ചിലവർക്ക് പറയണം. ആയിക്കോട്ടെ, അവരുടെ തീരുമാനമാണ്. നമ്മൾ തന്നെ എടുക്കുന്ന തീരുമാനമാണ്. തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളെല്ലാം തീരും. നമ്മൾ തീരുമാനിക്കാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഇത്. തന്നെത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഞാനെടുത്ത തീരുമാനമല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം, ശ്വാസകോശം പ്രവർത്തിക്കുന്നു, ഇതൊന്നും എൻ്റെ തീരുമാനമല്ല. അപ്പം എൻ്റെ തീരുമാനം എവിടെ നിന്നുണ്ടാകുന്നു? എൻ്റെ തീരുമാനം, ശ്രദ്ധിക്കണേ, എൻ്റെ തീരുമാനം എന്ന് വെച്ചാൽ ഞാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്ന് പറയുന്നത് അവിടെയാണ് എൻ്റെ തീരുമാനം ആരംഭിക്കുന്നത്. എവിടെയാണ് ഞാനെന്ന് പറയുന്നത്? അത് എവിടെയാണ്, എങ്ങനെയാണ്? ചിലവർ ഞാനെന്ന് പറയുന്ന പോലെയല്ല അടുത്ത ആൾ ഞാനെന്ന് പറയുന്നത്. എലിക്സറിൻ്റെ ഞാനല്ല രമയുടെ ഞാൻ. രമ ഞാനാകാനുള്ള കാരണം എന്താണ്? കുഞ്ഞുമോളും ഞാനാകാനുള്ള കാരണം എന്താണ്? എല്ലാവരും ഞാനാകാനുള്ള കാരണം വ്യത്യസ്തമാണ്. ഈ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്യുമ്പോൾ സമാധാനപരമായിട്ട് അവിടെ പൊരുത്തപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. അതിനുള്ള വിവേകം ഉണ്ടായാൽ മതി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഓരോ വ്യക്തിയും ഞാൻ അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെന്ന് പറയാനുള്ള കാരണങ്ങൾ എന്താ? വളരെ സിമ്പിളല്ലേ? ജീവിതം വളരെ സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത്?
നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് കാണുക. ജീവിതം സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, ഒരു കഷ്ടപ്പാടുമില്ല. നമ്മൾ തന്നെ നമ്മൾ ശ്വാസം കൊടുക്കുന്നില്ല, ശ്വാസത്തിന് തടസ്സം നിൽക്കുന്നു. അപ്പം ശരീരത്തിൽ ദുഃഖമുണ്ടാകും. ആ ദുഃഖം ശരീരത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടാത്തതിൻ്റെ ലക്ഷണമാണ്. പക്ഷെ വകവെക്കുന്നില്ല, അതുകൊണ്ട് രോഗിയാകും. ശരീരത്തിന് വേണ്ട പോഷകമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശരീരത്തെ നമ്മൾക്ക് അറിയണ്ടേ. നമ്മുടെ ശരീരമല്ലേ നമ്മൾ അറിയേണ്ടത്. കാരണം നമ്മളെന്ന് പറയാൻ കാരണം എന്താ? ഈ നമ്മൾ എന്ന് പറയുന്നത് ഈ ശരീരം ഉള്ളതുകൊണ്ടാണ്. ഏത് ശരീരം? ശരീരത്തിൻ്റെ പുറത്ത് എനിക്ക് യാതൊരു അധികാരവും ഇല്ല. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമല്ലേ. അപ്പോഴാണ് എനിക്ക് അധികാരമില്ലാത്ത ശരീരം വരുമ്പോഴാണ് വിശ്വാസിയാകുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ എനിക്കറിയണം. അറിയുമ്പോഴാണ് ഞാൻ നമ്മൾ എന്നൊക്കെ പറയുന്നതിന് ഒരു അന്തസ്സ് വരുന്നത്. എനിക്കറിയാത്ത കാര്യം ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയുന്നില്ലെങ്കിൽ അപ്പോൾ അവിടെ വിശ്വാസമായി. വിശ്വാസം ഉണ്ടെങ്കിൽ ആശ്വാസമില്ല. പക്ഷെ ഞാനെടുത്ത തീരുമാനം ഞാൻ മാറ്റത്തില്ല. പക്ഷെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും ഞാനെടുത്ത തീരുമാനം മാറ്റത്തില്ല. ബലം പിടിച്ചിരുന്നുകൊണ്ട് മർക്കട മുഷ്ടി. ഞാനിങ്ങനെ പറയത്തുള്ളൂ, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞു പോയി. ഇനി ഞാനത് മാറ്റി പറയത്തില്ല. മാറ്റി പറയാതിരിക്കാൻ ഞാൻ കിടന്ന് പാടുവിടുന്നു. ഞാൻ സെബാസ്റ്റ്യനെന്ന്, എനിക്ക് നിർബന്ധമൊന്നുമില്ല സെബാസ്റ്റ്യനെന്ന് എന്നെ ആരെങ്കിലും വിളിക്കണമെന്ന്. എന്നെ ആരെങ്കിലും മൈരേന്ന് വിളിച്ചാലോ എന്തോ എന്നെയാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ എന്ന് വിളി കേൾക്കുന്നതിൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ താല്പര്യം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതാണോ? ഹായ് പ്രസാദ്, അഫ്സൽ, മുഹമ്മദ്, കവിത, എലിക്സർ, രമ. നമ്മളെന്ന് പറയുന്ന അവസ്ഥ, നമ്മളിൽ ആശയങ്ങൾ ജനിക്കുന്നു. നോക്കണം, പരിശോധിക്കണം. ഓക്കെ, എലിക്സർ ഇതാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ആശയങ്ങൾ, ഈ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. നമ്മുടെ ഈ ആശയങ്ങൾ കൊണ്ടു നടക്കുന്നു. എന്ത് കാര്യത്തിന്? എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും ആശയങ്ങൾ തന്നെ നമ്മൾ സഫർ ചെയ്യുന്നു. ഒരു ഗുണവുമില്ല. എലിക്സർ എന്നെ തല്ലാൻ വരും എന്ന് ഞാൻ പേടിച്ചിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ ഭയന്നിരിക്കുന്നു. എന്ത് കാര്യത്തിനാണ്? നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം വിലയിരുത്താനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ നേരിട്ട് അറിയാനുള്ള മാർഗമുണ്ട്. എന്തിനാ? വേറെ എന്താ വേണ്ടത്? വേറെ എന്താ വേണ്ടത്? നമ്മളെ അറിയാൻ. നമ്മൾ ശ്രദ്ധിക്കണേ. നമ്മളിവിടെ അമേരിക്ക എന്ന് പറയുന്നു. അമേരിക്കയിലോട്ട് എത്തണമെങ്കിൽ എന്ത് വേണം? അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ ഒരു പുസ്തകം എടുക്കണം. കാരണം അമേരിക്ക എന്ന് ആരോ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കും. ശ്രദ്ധിക്കണേ, മറ്റാൾ ചൂണ്ടിക്കാണിക്കുന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് പുസ്തകം വേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഭാഗത്തിൽ പുസ്തകം എടുക്കേണ്ട ഭാഗമില്ല. അമേരിക്ക മറ്റാളുടെ സങ്കല്പമാണ്. അപ്പോഴാണ് പുസ്തകം എടുക്കുന്നത്. അപ്പം മാത്രമേ പുസ്തകം ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല.
അമേരിക്ക എവിടെയാണ്, അബ്രഹാമിൻ്റെ വീട് എവിടെയാണ്, അബ്രഹാമിൻ്റെ വീട് എവിടെയാണ്, അബ്രഹാമിൻ്റെ വീട് ഇന്നടുത്താണ്, വഴിയതാണ്, ഓക്കെ, ഇന്ന വഴിയെ വരണം. അല്ല, അപ്പോഴല്ലേ പുസ്തകം വേണ്ടത്? എപ്പോഴാണ് നമ്മൾ പുസ്തകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? കൃത്യമായിട്ട് അറിയണം. പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്ത് എങ്ങും പുസ്തകം ആവശ്യമില്ല. ജീവിക്കുന്ന ഭാഗത്ത് ശാസ്ത്രവും ആവശ്യമില്ല. നമ്മൾ ശാസ്ത്രവും പുസ്തകവും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ എവിടെയാണ്? ഇത് നമ്മുടെ ജീവിതത്തെ അട്ടിമറിച്ചു. ഒരാൾ പുസ്തകം എടുത്ത് വായിച്ചു ജീവിക്കുന്ന ഭാഗം തീരുമാനിച്ചു, അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. അതാണ് പ്രശ്നങ്ങൾ. ഈ രോഗവും യുദ്ധവും എല്ലാം ഉണ്ടാകുന്നത് ജീവിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് ഒരാൾ മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്നു. ആ പുസ്തകം വായിച്ച ആൾ അടിച്ചേൽപ്പിക്കും, ഒരു സംശയവും വേണ്ട. പുസ്തകം വായിച്ച ആൾ മാത്രമേ അടിച്ചേൽപ്പിക്കത്തുള്ളൂ. കാരണം അയാൾക്ക് വേറെ ഗത്യന്തരമില്ല, തെളിച്ചമില്ല. തെളിച്ചമുള്ളവൻ എന്തിനാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയല്ലേ? ഇത് പ്രവർത്തനം കൊണ്ടാണ്. ആ പ്രവർത്തനം നിലച്ചാൽ തീർന്ന്. ഇയാളുടെ ബലംപിടുത്തവും തീർന്ന്, ഇയാളുടെ വിശ്വാസവും തീർന്ന്, എല്ലാം തീർന്നു. അല്ലേ? പ്രവർത്തിക്കുന്നതിന് കാരണം എന്താണ്? പരിശോധിച്ചാൽ കാണാം. അല്ലേ? പ്രവൃത്തിക്ക് കാരണം എന്നാൽ പരിശോധിച്ചാൽ കാണാം. ദേഷ്യം വരുന്നു. ദേഷ്യം വരാനുള്ള കാരണം എന്ത് പ്രവർത്തിച്ചിട്ടാണ്? ശരീരം വികലമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ദേഷ്യം വരുന്നത്. എല്ലാ വിശ്വാസികൾക്കും ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ പരിശോധിക്കാൻ ആരും തയ്യാറല്ല. ദേഷ്യത്തിൽ നിന്ന് മാറിയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങളുണ്ടാവും. അതിനൊരു ന്യായീകരണം കണ്ടെത്തും. ദേഷ്യമൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവികമാണ്. ഒന്നുമല്ല. നമ്മൾ ന്യായീകരിക്കാൻ പോകരുത്. സത്യസന്ധത എന്താണെന്ന് തിരിച്ചറിയുക. ന്യായീകരിക്കുന്നതിന് ഒരാകർഷണമുണ്ട്, ഒരു വികർഷണമുണ്ട്. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിയാൽ പോരെ. ഇപ്പം കാറ് ഓടിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് കാറിൻ്റെ കൺട്രോൾ പാനൽ നോക്കുമല്ലേ? അല്ല, കാറിനൊരു കൺട്രോൾ പാനലുണ്ട്. സ്റ്റിയറിംഗ് ഉണ്ട്, ബ്രേക്കുണ്ട്, ക്ലച്ചുണ്ട്, ആക്സിലേറ്ററുണ്ട്. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണെങ്കിൽ ക്ലച്ചില്ല. നോക്കണം. ഇതാണ് അപ്ഗ്രഡേഷൻ. ഒരു വ്യക്തി ക്ലച്ചുള്ള വണ്ടി ഓടിക്കുന്നൊരു വ്യക്തി, ആ വ്യക്തി പറയും ക്ലച്ചുള്ള വണ്ടി മാത്രമേ കണ്ടിട്ടുള്ളൂ. മനസ്സിലായി? ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഉള്ള വണ്ടി, എല്ലാ വണ്ടിക്കും ക്ലച്ചുണ്ടെന്ന് പറയും. അല്ലേ? എല്ലാ വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലച്ച് ഉണ്ടാകണം. ഓട്ടോമാറ്റിക് വണ്ടി കണ്ടു കഴിയുമ്പോൾ അയാൾ അന്തം വിട്ട് നോക്കി നിൽക്കും. അല്ല, ഇതുപോലെയാണ് ഈ വിശ്വാസികൾ. വിശ്വാസികൾ ഇങ്ങനെയാണ്. ക്ലച്ചുള്ള വണ്ടികൾ, എല്ലാ വണ്ടിക്കും ക്ലച്ചുണ്ട്. അവർ കണ്ടിട്ടുള്ളത് അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ല ജീവിതം കൊണ്ടുപോകേണ്ടത്. നമ്മളെ കൊണ്ട് വരുമ്പോൾ ഈ ക്ലച്ച് മാറി അഡ്വാൻസ്ഡ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരും. ഇത് തന്നെത്താൻ നമ്മളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്. ഈ ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. അതുകൊണ്ട് അവരെന്നും തീരുമാനിച്ച്, അവർ കണ്ടത് വെച്ച് തീരുമാനിച്ചു. നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ജീവിതത്തിൻ്റെ സാധ്യതകൾ തെളിഞ്ഞു വരുന്ന കാണാം. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്? ക്ലച്ച് ഉള്ള വണ്ടിയിൽ നിന്ന് ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ട് എങ്ങനെ മാറി? അല്ല, ഓട്ടോമാറ്റിക് വണ്ടിയിൽ ക്ലച്ചില്ല, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ കാലിൻ്റെ അവിടെ താഴത്തല്ലേ. അതുപോലെ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിലെ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യും. നമ്മൾ ടെക്നോളജി ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതാണ് നമ്മുടെ കുഴപ്പം.
നമ്മളിലെ ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാം, ഇത് ഒബ്സർവ് ചെയ്താൽ കാണാം. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിലാണ്, അയാൾക്ക് ആശ്വാസം വളരെ കുറവായിരിക്കും. സ്വപ്നത്തെ കണ്ട് ജീവിക്കുന്നതാണ്, അറിവ് കൊണ്ട് ജീവിക്കുന്നതാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനം, ശരീരം സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശരീരം സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതാണ് ആരോഗ്യം, അതിൻ്റെ തുടർച്ച, അതാണ് ജീവിതം. ഇത് വളരെ സിമ്പിളല്ലേ? വണ്ടിയിൽ പെട്രോള് കുറഞ്ഞ് തീർന്ന് നമുക്ക് ഫ്യൂവൽ ഗേജുണ്ട് അല്ലേ, നമുക്ക് ഫ്യൂവൽ ഗേജുണ്ട്. പെട്രോൾ കുറഞ്ഞെന്നറിഞ്ഞ് റീഫിൽ ചെയ്യാം. നമ്മുടെ ശരീരത്തിന് അറിയാം അല്ലേ, ഊർജം കുറഞ്ഞ് ആഹാരം കൊടുക്കണം, കൃത്യമായിട്ട് അറിയാം. അതിലെവിടെയാണ് ബുദ്ധിമുട്ട്? അതിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതിനനുസരിച്ച് കൊടുത്തു കൊണ്ടുപോയാൽ ജീവിക്കുന്ന ഭാഗം തുടരും അല്ലേ, ജീവിക്കുന്ന ഭാഗം നിരന്തരമായിട്ടും അല്ലേ. നമ്മളെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് തുടർച്ച, നമ്മൾ കണ്ടതിൽ തുടർച്ച പോസിബിളാണോ? ഒരിക്കലുമല്ല. കണ്ട കാഴ്ചയിൽ ഒരിക്കലും തുടർച്ച പോസിബിളല്ല. നമ്മൾ അറിവിൽ കൊണ്ടിരിക്കുന്നിടത്ത് തുടർച്ച പോസിബിളാണ് അല്ലേ. തുടർച്ച വ്യക്തമായിരിക്കണം. നമ്മളൊരു കാര്യം അറിയണം, എവിടെ നിന്നറിയണം? നമ്മളിൽ നിന്നറിയണം, നമ്മളിലൂടെ അറിയണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം മെച്ചപ്പെടുന്നത്. ശരീരത്തിൽ ക്ഷീണം വരുന്നു, എന്തുകൊണ്ട് വരുന്നു? പരിശോധിക്കണം. എന്തുകൊണ്ട് ക്ഷീണം വരുന്നു? ക്ഷീണം എവിടെ നിന്ന് എങ്ങനെ വരുന്നു? നമ്മൾ സജീവമല്ലാത്ത ഭാഗം. നമ്മൾ സ്വപ്നമെടുത്താൽ ക്ഷീണം വരും, സ്വപ്നത്തിന് സ്ഥാനം കൊടുത്താൽ ക്ഷീണം വരും. അറിവിൽ നിന്നാൽ അറിവിൽ തുടർന്നാൽ നമുക്ക് ക്ഷീണം ഉണ്ടാകത്തില്ല. യെസ്, ഗുഡ് മോർണിംഗ് മുഹമ്മദ് ജോ. കവിത. ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എത്രത്തോളം ഈ പ്രവർത്തനവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നു, എത്രത്തോളം ഈ പ്രവർത്തനം നിലക്കുമ്പോൾ തീർന്നു അല്ലേ, മരണമായി. മരിക്കാതെ ഇരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ താല്പര്യം എന്താണ്? മരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് റൂബി. പുതിയൊരാൾ വന്നിരിപ്പുണ്ട്, പേര് വായിക്കാൻ പറ്റില്ല. മൂപ്പന്നെയാട്. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പം നമ്മുടെ അറിവ് പരിശോധിക്കുമ്പോൾ യെസ് ജോ നമസ്കാരം. നമ്മുടെ അറിവ് പരിശോധിക്കുമ്പോൾ അറിവിൽ തുടർച്ചയുണ്ട്, തുടർച്ചയിൽ ആശ്വാസമുണ്ട്. അപ്പം നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മളെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മളെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ എടുത്തു നോക്കിക്കേ.
വ്യത്യസ്തമായിട്ടുള്ള വിവിധ കാര്യങ്ങൾ ചേർന്നാണ് നമ്മളായത്. അല്ലേ? ആ നമ്മളെന്ന് പറഞ്ഞ അവസ്ഥ മനോഹരമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വ്യത്യാസങ്ങൾ, ഈ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒന്ന് നമ്മളിൽ കണ്ടെത്തണം. അതാണ് ഞാൻ. അപ്പം ഞാനെന്ന് പറഞ്ഞ അവസ്ഥ കോൺസ്റ്റൻ്റാണ്. അതിനെ നമുക്ക് കുറച്ചും കൂടി നമ്മൾ മെച്ചപ്പെടുത്തി പറയുമ്പോൾ നമ്മൾ ഈശ്വരനെന്ന് പറയും, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയും. എന്ത് പറഞ്ഞെന്നുള്ളതല്ല, അതവിടെ ഉണ്ടോ? അതുണ്ടെങ്കിൽ ഈ ഒരു അലൈൻമെൻറ്റ്, മാറ്റമില്ലാത്ത ഒന്ന് നമ്മളിലുണ്ടോ? മാറ്റമില്ലാത്തതുണ്ടെങ്കിൽ മാറ്റത്തെ വിലയിരുത്താം. ഇത് മാറ്റമില്ലാത്ത ഒന്നിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിന്നും ആശങ്കയിലാണ്. കാരണം മാറ്റത്തിൽ നിന്ന് മാറ്റത്തെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് ദുഃഖമുണ്ടാകും. ദുഃഖം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? മാറ്റത്തിൽ നിന്ന് മാറ്റത്തെ കാണുന്നുണ്ടാകും. അല്ലാതെ വേറൊന്നുമല്ല. മാറ്റത്തിൽ നിന്ന് മാറ്റത്തെ കാണുമ്പോൾ ഒരു മാറ്റത്തെയും കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റത്തില്ല. മാറ്റമില്ലാത്തടത്ത് നിന്ന് മാറ്റത്തെ കണ്ടാൽ കഴിഞ്ഞു, കാര്യങ്ങൾ എളുപ്പം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒട്ടും കഷ്ടപ്പാടൊന്നുമില്ല. എന്താ വേണ്ടത്? നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം പരിശോധിക്കുക. ഇതിലെന്താ ബുദ്ധിമുട്ടെന്താ? ഏറ്റവും എളുപ്പമുള്ള ഭാഗമല്ലേ ഇതിങ്ങനെയാണ്. എല്ലാവരും ചോദിക്കും, നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. ജീവിക്കുന്നത് നന്നായിട്ട്. നിങ്ങളുടെ ഭാവി എന്താണ്? എന്ത് ഭാവി? നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ വഴിതെറ്റിക്കുകയാണ്. എങ്ങനെ വഴിതെറ്റിക്കാൻ പറ്റുക? നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയാണ്. ശ്രദ്ധിക്കണേ. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ വഴിതെറ്റി നടക്കുകയാണ്. നേർവഴിക്ക് നടക്കുന്നവനെ ആർക്കെങ്കിലും തെറ്റിക്കാൻ പറ്റുമോ? ആരെയാണ് തെറ്റിക്കാൻ പറ്റുന്നത്? തെറ്റിയിരിക്കുന്നതിന് പിന്നെ ആ തെറ്റിയ അവസ്ഥയിൽ നിന്ന് എങ്ങോട്ട് വേണേലും തെറ്റിക്കാം, അല്ലേ? തെറ്റിയ അവസ്ഥയിലിരിക്കുന്നവനോട് നമ്മൾ പറഞ്ഞാൽ അവൻ അതും കേൾക്കും, അടുത്ത ആൾ പറഞ്ഞാൽ അതും കേൾക്കും. കാരണം തെറ്റിയവൻ അങ്ങനെയാണ്. തെറ്റിയവന് ഒരിക്കലും നേരാൻ വണ്ണമുള്ള വഴി അവന് തെറ്റിൽ നിന്ന് അടുത്ത തെറ്റിലുണ്ട്. ശരിയെന്ന് പറഞ്ഞ ഭാഗത്ത് എത്തിയവൻ പിന്നെ അവനെങ്ങനെ തെറ്റുന്നത്? എങ്ങനെയാണ്? ശരി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ, ഒറ്റ പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും ആ ട്രാക്കിൽ നിന്ന് മാറത്തില്ല. ഒരൊറ്റ പ്രാവശ്യം എത്തിയാൽ മതി. പിന്നെ ആര് വിചാരിച്ചാലും അവിടെ നിന്ന് മാറത്തില്ല. കാരണം ഇത് തന്നെയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ല. ഇത് വളരെ സിമ്പിളല്ലേ? യെസ് ബിജു, ഗുഡ് മോർണിംഗ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാറേ, മാറ്റമില്ലാത്ത അവസ്ഥയിലാട്ട് അത് സെൻസ് ചെയ്യുന്ന നമ്മളോട് പറയാം. നമ്മളത് എങ്ങനെ അതിൻ്റെ ഒരു നമ്മളെവിടെ തൊട്ട് അതെങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു അതെ, അതായത് നമ്മുടെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും നിരന്തരമായിട്ട് ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അല്ലേ? നമുക്കത് ഒഴിച്ചു കൂട്ടാൻ പറ്റത്തില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം പലപ്പോഴായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എന്തിൻ്റെ ചുറ്റുമാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും എന്തിൽ നിന്നാണ് ഇത് എക്സ്പാൻഷൻ നടത്തുന്നത്, കോൺട്രാക്ഷൻ നടത്തുന്നത്? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതുകൊണ്ടല്ലേ ശരീരത്തിൽ ചൂടുള്ളത്, അല്ലേ? ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എക്സ്പാൻഷനും ഉണ്ട്, കോൺട്രാക്ഷനും ഉണ്ട്. എവിടെ നോക്കിയാൽ. അപ്പോൾ
അങ്ങനെ ഒരു ഭാഗം നമ്മളിലുള്ളതിനെ ഒബ്സേർവ് ചെയ്താൽ മനസ്സിലായി നമുക്ക് ഇത് എന്തിനെ കേന്ദ്രീകരിച്ചാണ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു കഷ്ടപ്പാടുമില്ല, വേറെ ഒരു പാടുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. പക്ഷേ നിരന്തരം ശ്രദ്ധിക്കണം, അല്പേനം ശ്രദ്ധിച്ചിട്ട് ഇട്ടിട്ട് പോയി നടക്കില്ല. അവിടെ എന്തോ അല്ല, ഇനി രുചി ലക്ഷണം അതൊന്നുമില്ല. അതെ, നമ്മുടെ അറിവിൽ വരത്തില്ല. അറിവിലുള്ളതെല്ലാം വൃത്തിയായിട്ട് ഇരിക്കാനുള്ള കാരണം മനസ്സിലാവും. തൊട്ട് കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ കൃത്യമായിട്ട് ഇല്ല. സ്വന്തമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഈ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ സത്യസന്ധമായിട്ട് തുടർന്ന് നമ്മളിൽ സത്യസന്ധത ഉണ്ടാകുന്ന പരിശോധിച്ചാൽ മതി. ഇത്രയും പരിശോധിച്ചാൽ നമ്മളിൽ സത്യസന്ധത ഉണ്ടാകുന്ന മാത്രം പരിശോധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. നമ്മളെന്ന് പറയുന്ന വ്യവസ്ഥ എന്തുകൊണ്ടുണ്ടായി? നമ്മൾ ഉദാഹരണത്തിന് പറയണമെങ്കിൽ, ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് ഹോട്ടലിൽ നിന്ന് വിശക്കും ഭക്ഷണം കഴിക്കും. പക്ഷേ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എല്ലാവരുടെയും വായിൽ വല്ലാത്തൊരവസ്ഥയാണ്. മനസ്സിലായി? ക്ഷീണം കൂടുതലാണ്. മനസ്സിലായി? പിന്നെ കിടന്ന് ഉറങ്ങണം. പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെയാണ്. അത് നമ്മൾ ശരീരം തന്നെത്താൻ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഭാഗം നമ്മളിങ്ങനെ ശരീരം തന്നെത്താൻ പറയുന്നു, വേണ്ട ഇതിന് ഓൾട്ടർനേറ്റീവ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും പുറത്തുനിന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സാവകാശം ശരീരം അതിന് വേണ്ടിയിട്ടുള്ള റീകൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. തനിയേ ഇത് തെളിഞ്ഞു വരും, ഒരു സംശയമില്ല. ഞങ്ങൾ ചെയ്തത് എന്താണ്? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അപ്പം തന്നെ ഇവിടെ ഭക്ഷണം വെച്ച്, മനസ്സിലായോ, നമ്മൾ ഇവിടെ ചോറ് വെച്ച് കറിയും വെച്ച് നമ്മൾ കഴിച്ച് ആ വിഷം ഒഴിവാക്കി. മനസ്സിലായോ? നമ്മൾ അടുത്ത ഭക്ഷണം കൊടുത്തു ശരീരത്തിന്. ശരീരത്തിൻ്റെ ഭാഗത്തുള്ള ക്ഷീണമൊക്കെ മാറി. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അറിയുന്നില്ല. പണ്ടൊക്കെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര വലിയ വെറൈറ്റി ഫുഡ് കഴിച്ചെന്നാണ് പറഞ്ഞത്. ഇന്നത് നമുക്ക് വലിയ താല്പര്യമില്ലാണ്ട് ആകെ നാച്ചുറൽ. അങ്ങനെ ഓരോ സംഭവങ്ങൾ, കാപ്പി, ചായ, ഇതിങ്ങനെ ഓരോന്നോരോന്നും സാവകാശം നമ്മളൊന്നും ബലം പിടിച്ച് ഒഴിവാക്കുന്നില്ല. വളരെ സാവകാശം. ചെരുപ്പ് എങ്ങനെയാണ് കാലിൽ നിന്ന് മാറ്റിയത്? വളരെ സാവകാശം. ശ്രദ്ധയോടുകൂടി ചെരുപ്പില്ലാണ്ട് നടന്നു തുടങ്ങി കുറച്ച് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി ശ്രദ്ധ കൊണ്ടുവരണം. നമ്മളിവിടെ കാട്ടിൽ കൂടിയൊക്കെയാണ് നടക്കുന്നത്. നിറച്ച് മുള്ളും കമ്പും കോലും എല്ലാം ഉള്ളിടത്താണ്. പക്ഷെ അവിടെ സാവകാശം കുറച്ച് ആദ്യമൊക്കെ കാറിൽ പോകുമ്പോൾ ചെരുപ്പെടുത്തിട്ടുണ്ടേ പോകത്തുള്ളായിരുന്നു. പിന്നെ ചെരുപ്പെടുത്ത് വണ്ടിയിൽ വെക്കും. കാരണം എങ്ങാനും മനസ്സ് മാറിയാല അതുകൊണ്ട് എടുത്ത് വണ്ടിയിൽ വെക്കും. ഇപ്പം വണ്ടിയിലും വെക്കുന്നില്ല. സാവകാശം. ഒരിക്കലും തിടുക്കത്തിലൊന്നും മാറ്റാൻ നോക്കണ്ട. എല്ലാം തനിയെ അതിൻ്റെ
ആ ഗതിക്കനുസരിച്ച് മാറും. അത് സാവകാശമാണ് മാറ്റുന്നത്. അത് ഒന്നും തിടുക്കത്തിലല്ല. യെസ് ലില്യാന, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. The change is happening very slowly. And change is happening very slowly. As you observe in yourself, as you realize, as you wake up, see, when you're waking up, you can see many things, hear many sounds, isn't it? But when you are sleeping also, you are seeing things. You are not blind. Even while you're sleeping, you are capable of seeing, hearing, touching many things. Yes, that's a reason that we can wake up. You observe sharply, you observe keenly, then you will be aware that while you are sleeping, you are aware. You are not totally blind, you are not totally unaware when you are sleeping. Similarly, when you wake up, you are not fully awake. Even now, you are not fully awake. So you have to give attention. What is happening? Why this is happening like this? What should be the reason for this happening like this? So as you focus on yourself, the most prominent is expansion and contraction. So we cannot deny the fact that expansion and contraction is happening all over our body as well. And it is happening everywhere also as well. So there is no compromise. We cannot deny this reality of the expansion and contraction happening everywhere. So as we focus into this expansion, contraction, these movements, so what is the reason for this movement? Expansion, contraction. Within, there is a state which neither moves nor disappears. As we enrich our attention within the expansion and contraction, we can understand something other than this movement is there. Yes, slowly but steadily, surely, one can gather the privilege of being. വളരെ സാവകാശം നമ്മൾ നിലനിൽക്കുവാനുള്ള താല്പര്യം വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ തെളിഞ്ഞിരിക്കാനുള്ള ഭാഗം, തെളിഞ്ഞു വരാനുള്ള ഭാഗം മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലാത്ത ഉത്തരവാദിത്വം നമുക്ക് ആവശ്യമില്ല. എന്തിനാണ് ഒരുപാട് ഉത്തരവാദിത്വം? നടപ്പിലാക്കാൻ പറ്റാത്ത ഉത്തരവാദിത്തങ്ങൾ. നടപ്പിലാക്കാൻ പറ്റുന്ന ഉത്തരവാദിത്തം, ആശ്വാസം. നമ്മളാണ് ജീവിച്ചിരിക്കുന്നത്. അവിടെ നമ്മളാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ പരസ്പരം ബന്ധമുണ്ടാവും. ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ പരസ്പരം സഹകരിക്കുന്ന ഭാഗമുണ്ടോ? ഉണ്ടെങ്കിൽ അത് മതി. അവിടെയാണ് തുടർച്ച, അവിടെയാണ് സത്യസന്ധത. അല്ലാണ്ട് ജീവിക്കാത്ത പുസ്തകം പറഞ്ഞ കാര്യം കേട്ടിട്ട് നടപ്പിലാക്കാൻ എന്ത് പാടാപ്പെടുന്നത്? എന്തെങ്കിലും ഗുണമുണ്ടെന്ന് പറയാവുന്നതല്ലാതെ അല്ലേ? ഗുണമുണ്ടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല.
സാർ എൻ്റെ അടുത്ത് കേട്ടോട്ടെ. എൻ്റെ മാപ്പിൽ എൻ്റെ അടുത്ത് വിളിക്കുമോ?